Hello, good evening, everyone. Once again, happy welcome to self-updation session. അപ്പോ വീഡിയോയിൽ വരാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വീഡിയോയിൽ വരിക. ഓക്കെ, കംഫർട്ടബിൾ ആണെങ്കിൽ വീഡിയോയിൽ വരിക. ഞാൻ പറഞ്ഞു വീഡിയോയിൽ വരിക എന്നുള്ളത് സെൽഫ് അക്സെപ്റ്റൻസിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, നമ്മൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എവിടെയും പ്രസന്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വേറെ ഡിസ്കംഫർട്ട് ഇല്ലെങ്കിൽ വീഡിയോയിൽ വരാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യാം, വീഡിയോയിൽ വരാം. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി ഫിയർ ബ്രേക്കിംഗ്. നമുക്കറിയാലോ, ലൈഫ് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ഒരുപാട് ഫിയേഴ്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെൽഫ് അക്സെപ്റ്റൻസും എന്താണെങ്കിലും സെൽഫുമായിട്ടുള്ള എല്ലാ റിലേറ്റഡ് ആയിട്ട് ടാസ്ക് ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫിയേഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വീഡിയോയിൽ വരാൻ പറ്റുന്നവർ എന്ത് ചെയ്യാം, വീഡിയോയിൽ വരാം. ഓക്കെ, റൈറ്റ്. അപ്പോ നമ്മള് നവംബർ ഫസ്റ്റ് വീക്ക് മുതൽ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സെൽഫ് അപ്ഡേഷൻ സെഷന്റെ അവസാനത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു 2025 നിങ്ങളെ പ്രിപ്പയർ ചെയ്യാം. അതിന് നിങ്ങൾക്ക് 2025 ഒന്ന് ഡിഫറെന്റ് ആവാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളെ സെൽഫിനും മൈൻഡ് സെറ്റിനും ഒരു ചേഞ്ച് ഉണ്ടാവുന്ന രീതിയിൽ, ആ ചേഞ്ച് 2025 ഉപകരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സെഷൻസ് തരിക എന്നുള്ളതായിരുന്നു എന്റെ ഇന്റൻഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും സെൽഫിലും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റിലും നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമ്മൾ അത് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് എന്ത് ചെയ്യാം, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരിക. ഓക്കെ, 2025 ഡിഫറെന്റ് ആവാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മള് നമ്മുടെ സെൽഫിൽ ഒരു കറക്ഷനും വരുത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള അതേപോലെ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ 2025 എന്തായിരിക്കും, കഴിഞ്ഞ ഇയർ പോലെ എന്തായിരിക്കും, സെയിം പോലെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ 2024 വന്നിട്ടുള്ള അതേ പ്രശ്നങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഓരോ ഇയറും ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ സെൽഫ് കെയറിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഓരോ ഇയറും ബെറ്റർ ആയി വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് പ്രോബ്ലംസിന്റെ ആ ഒരു പാറ്റേൺ മാറിയിട്ട് ചിലപ്പോൾ പുതിയ പ്രോബ്ലംസ് ഒക്കെയാണ് വരിക. പക്ഷെ ആ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ ലൈഫിൽ അഡ്വാൻസ് ചെയ്യുന്നുണ്ടതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് ആയിട്ടുണ്ടായിരുന്ന പ്രോബ്ലംസ് ഒക്കെ മാറിയിട്ട് അതൊക്കെ സോൾവ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പുതിയ പ്രോബ്ലംസിലേക്ക് കടക്കും. പ്രോബ്ലംസ് എന്ന് പറയാൻ പാടില്ല, നമ്മൾ അതിനെ വേണമെങ്കിൽ ഒരു ചാലഞ്ച്, നമ്മളിൽ എന്തോ ചേഞ്ച് ചെയ്യാനുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് നമ്മുടെ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ഇതിലേക്ക് പോകും തോറും എന്ത് ചെയ്യും, നിങ്ങളുടെ ഹാപ്പിനെസ് ലെവലും ഓക്കെ, ഓക്കെ, ട്രാവലിംഗ് ആണല്ലേ. ഓക്കെ, നിങ്ങളുടെ ഹാപ്പിനെസ് ആണെങ്കിലും നിങ്ങളുടെ ലൈഫിലെ സക്സസ് ആണെങ്കിലും ഒക്കെ നമ്മളുടെ ഓരോരോ ഫിയേഴ്സിനെ നമ്മൾ മാറ്റും തോറുകയാണ് എന്ത് ചെയ്യുക, അത് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ സെൽഫിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത്രയും കാലം കേട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇപ്പോ നമ്മൾ സെൽഫ് റിലേറ്റഡ് ആയിട്ട് മൈൻഡ് സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഞാനൊരു പിക്ചർ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ മൈൻഡ് സെറ്റിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആഹ് നമ്മുടെ മൈൻഡ് സെറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഉയർന്നുകൊണ്ടേയിരിക്കും. അതായത് ഓരോ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാലും അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഉയർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യും, നമുക്ക് ഓവർകം ചെയ്തിട്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. എന്നാൽ നമ്മുടെ മൈൻഡ് ഫിക്സ്ഡ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഒരു പ്രോബ്ലം വരും, ആ പ്രോബ്ലത്തിന് നമ്മൾ ശരിക്കും അതിനെ നമ്മൾ ഫേസ് ചെയ്യുക പോലും ഇല്ല. അതിനെ ചിലപ്പോൾ നമ്മൾ എസ്കേപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യില്ല, നേരിടില്ല. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ അതേപോലത്തെ പ്രോബ്ലം പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ആർക്കാണ് ഈ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യാൻ പറ്റുക, അത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്കാണ്. കാരണം അവരാണ് പ്രോബ്ലത്തിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക, അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ അവരിൽ തന്നെ എന്തോ ചേഞ്ചസ് കൊണ്ടുവരാൻ, നല്ല ചേഞ്ചസ് അവരിൽ കൊണ്ടുവരാനായിട്ട് ആ രീതിയിൽ ചിന്തിക്കുന്ന എന്താണ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ മാത്രമായിരിക്കും.
ഓക്കെ, മറ്റുള്ളവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഓടുക, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം വേറെ ആൾക്കാരുടെ തലക്ക് ഇട്ട് കൊടുക്കുക, മറ്റുള്ളവരെ കുറ്റം പറയുക, ഇവര് കാരണമാണ് എനിക്ക് ഇങ്ങനെ വന്നെന്ന് പറയാ, അങ്ങനെ പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാല് എ- നമ്മുടെ ലൈഫിൽ എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് പറ്റൂല. അല്ലെങ്കിൽ ഓവർകം ചെയ്യാന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പം ആ രീതിയിലേക്ക് പോകില്ല എന്നുള്ളതാണ്. പിന്നെയും അതേ രീതിയിലുള്ള പ്രോബ്ലംസ് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഒരു പ്രോബ്ലത്തിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഫേസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടതാണ് മൈൻഡ് സെറ്റ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ. നമ്മളുടെ ഇപ്പം നമുക്ക് സ്റ്റക്നെസ് വരുന്ന ഏതൊരു കാര്യമാണെങ്കിലും ആ കാര്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ എന്തോ ഒരു എന്ത് കയറിയിട്ടുണ്ട്, ഒരു ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഫിയർ കയറിയിട്ടുണ്ട്. ആ ഫിയറിന്റെ അടുത്ത് മാറ്റുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ റീപ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് വരുന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് ഇമ്പ്യൂരിറ്റി കൊണ്ട് നിറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക, നമ്മുടെ ലൈഫിലേക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് കുറവായിരിക്കും. ഓക്കെ. നമുക്കറിയാലേ, നമ്മുടെ വീട്ടില് ഒരുപാട് വേസ്റ്റ് ഇട്ടിട്ടുള്ള ഒരു വീടാണെങ്കിൽ സ്വാഭാവികമായിട്ടും പുതിയ അതിഥികളൊന്നും വരില്ല. വേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രമേ വരുള്ളൂ അല്ലെ. വേസ്റ്റ് അല്ലെങ്കിൽ നല്ല അതിഥികളൊന്നും നമ്മുടെ വീട്ടിലേക്ക് വരില്ല. ഇതുപോലെയാണ് നമ്മുടെ മൈൻഡും. അതിൽ ഇമ്പ്യൂരിറ്റി ആണ് ഉള്ളതെങ്കിൽ അതിലേക്ക് നല്ല അതിഥികൾ വരില്ല. വിച്ച് മീൻസ് നമ്മുടെ ലൈഫിലേക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് കുറവായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ മൈൻഡ് സെറ്റിനെ നമ്മൾ ഇങ്ങനെ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനെ നമ്മളിങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ഇയർ ആയിട്ട് നിങ്ങൾക്ക് 2025 മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള ഈ ടാസ്കുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ടാസ്കുകളും എന്ത് ചെയ്യുക, നിങ്ങൾ അത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു കോട്ടാണ്. ഓക്കെ. മോട്ടിവേഷൻ ഗെറ്റ്സ് യു സ്റ്റാർട്ടഡ്, ബട്ട് ഡിസിപ്ലിൻ ഓർ ഹാബിറ്റ് മേക്ക് യു മൂവ്. അല്ലെ. നമ്മള് ചില പ്രസംഗങ്ങള്, ചില മോട്ടിവേഷൻ സ്പീക്കുകൾ, അല്ലെങ്കിൽ ഇതുപോലത്തെ ചില ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്കും ഒന്ന് ഇമ്പ്രൂവ് ആവണം നമുക്ക് തോന്നാറുണ്ട്. ആ സമയത്ത് ആ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇമ്പ്രൂവ് ആവും എന്നുള്ള രീതിയിൽ ഒരു പ്ലെഡ്ജ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന്റെ ഒരു ഇന്റൻസിറ്റി, അല്ലെ അതിന്റെ ഒരു ആ ഒരു എനർജി നമുക്ക് മിസ്സാവുന്നത്? അതിനെ നമ്മൾ ഹാബിറ്റ് ആക്കിയിട്ട് മാറ്റിയില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ നമ്മുടെ ലൈഫിൽ തുടരാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. നമ്മളുടെ തോന്നലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏത് എനർജിയിലാണ് ഇരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അപ്പൊ നിങ്ങൾ ക്ലാസിന്റെ എനർജി ഇരിക്കുന്ന സമയത്ത് എന്റെയും നിങ്ങളുടെയും ഒക്കെ എനർജി എന്തായിരിക്കും, കുറച്ചുകൂടി പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് വരുന്ന തോന്നലുകളൊക്കെ എന്തായിരിക്കും, പോസിറ്റീവിനായിരിക്കും. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണല്ലോ കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് എന്ത് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഉള്ളിലത്തുള്ള പോസിറ്റിവിറ്റിയാണ്. ആ പോസിറ്റിവിറ്റീനെ നിങ്ങൾ അവിടുന്ന് ഇളക്കുക, അതിനെന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളോട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ. അതിനെ നമ്മൾ ഉണർത്തുക, അതിനെ നമ്മൾ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ. അപ്പം അതിന് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമുക്ക് അത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ. അതൊരു ഹാബിറ്റ് ആക്കി മാറ്റാം. നിങ്ങൾ ലാസ്റ്റ് ക്ലാസ് ഹാബിറ്റ് പ്ലാനിങ്ങിന്റെ ആ ഒരു ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആ ക്ലാസ് കേൾക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പറയുന്നുണ്ട്, ഓക്കെ, ഹാബിറ്റ് ആക്കുമ്പം എങ്ങനെയാണ് ലൈഫിൽ മാറ്റങ്ങൾ വരിക, എങ്ങനെയാണ് നമുക്കൊരു കാര്യത്തിനെ ഹാബിറ്റ് ആക്കാൻ പറ്റുക, ഹാബിറ്റ് ആയി മാറി കഴിഞ്ഞു കഴിഞ്ഞാല് ആ കാര്യം പിന്നെ നമുക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാബിറ്റ് പ്ലാനർ ഉണ്ടാക്കേണ്ട ഒരു ടാസ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ ക്ലാസ് എന്തായാലും ചെയ്യാം. അപ്പം അന്ന് ഉണ്ടായിരുന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ട്, അവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹാബിറ്റ് പ്ലാനർ ഉണ്ടാക്കി, അതനുസരിച്ച് ഹാബിറ്റ് ഫോളോ ചെയ്തോ? ഒന്ന് അന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരൊന്ന് അപ്ഡേറ്റ് ചെയ്യൂ. ആ ഹാബിറ്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാറുണ്ടോ? ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ റിംഷിദ് മാം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. റിംഷിദ് മാം ചെയ്യാറുണ്ടോ? റെസ്പോൺസ് ഇല്ലല്ലോ. ഓക്കെ. എനിവേസ് നമ്മളത് ചെയ്തു തുടങ്ങാം. ഓക്കെ.
സംടൈംസ് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഈ ഹാബിറ്റ് പ്ലാനർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ കുറെ ഹാബിറ്റുകളൊന്നും ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 5 കാര്യങ്ങളാണോ അല്ലെങ്കിൽ 3 കാര്യങ്ങളാണോ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. അതിൽ റിസൾട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ എന്ത് ചെയ്യും, ഉള്ളിൽ നിന്നൊരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചെയ്യുന്നുള്ളതാണ്. പക്ഷെ എങ്ങനെയെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പം എന്റെ കേസിലാണെങ്കിലും ഞാൻ മുന്നേ ഹാബിറ്റ് പ്ലാനർ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താണ് എനിക്കത് കുറച്ച് ഹാബിറ്റുകൾ പുതിയത് ഉണ്ടാക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ആഗ്രഹം വന്ന സമയത്ത് ഞാന് ഹാബിറ്റ് പ്ലാനറിൽ എഴുതിയിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ എണീക്കണം എന്നുള്ളതായിരുന്നു. അതായത് 5 മണിക്ക് എണീക്കണം ഇനി മുതൽ എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ ഹാബിറ്റ് പ്ലാനർ ഉണ്ടാക്കുമ്പോൾ 21 ഡേയ്സിനാണ് എന്ത് ചെയ്യുക, എപ്പോഴും ഉണ്ടാക്കുക. ഓക്കെ. കാരണം ഒരു ഹാബിറ്റ് നമുക്ക് ഈസി ആയിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം, 21 ഡേയ്സ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഹാബിറ്റ് പ്ലാനറിലും സെയിം ഹാബിറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമെങ്കിൽ കൂടിയും ഒരു ഷീറ്റിൽ 21 ഡേയ്സിന്റെ ഇതാണ് എന്ത് ചെയ്യാൻ നമ്മൾ കൊടുക്കുക. ഓക്കെ. അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നേരത്തെ എണീക്കണം, 5 മണിക്ക് എണീക്കണം എന്നുള്ളത്. ഓക്കെ. കാരണം കുറച്ചു കാലമായിട്ട് ആഗ്രഹമുണ്ട്, ഉള്ളിൽ കുറെ കാലമായിട്ട് ഇനി ഈ ഈ അടുത്ത മാസം മുതൽ നേരത്തെ എണീക്കണം, അങ്ങനെ കുറെ ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ആഗ്രഹമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് ചെയ്യില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അപ്പോഴാണ് ശരിക്കും മാറ്റങ്ങൾ വന്നു തുടങ്ങുക. ഓക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കാലമായില്ലേ ഇപ്പം നേരത്തെ എണീറ്റ് ആ ഒരു ഹാബിറ്റ് ആക്കി എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഒരു ഹാബിറ്റ് പ്ലാനർ അതിന് വേണ്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഹാബിറ്റ് പ്ലാനർ ഉണ്ടാക്കി. അതില് കുറച്ച് ഹാബിറ്റ് വേറെ ഉണ്ട്. അതിന്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഓരോ ദിവസം ഞാൻ ചെയ്യേണ്ട ഫസ്റ്റ് ടാസ്ക് 5:30ക്ക് ഞാൻ എന്ത് ചെയ്യും, എണീക്കും എന്നുള്ള ഒരു ഇത് വെച്ചു. ആദ്യം തന്നെ 5 കൊടുക്കണ്ട, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 5:30 കൊടുത്തു. ഓക്കെ. അപ്പം എന്ത് ചെയ്തു, അങ്ങനെ വെച്ച് ഞാൻ എന്ത് ചെയ്തു, എന്റെ വാളിൽ പേസ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ. എന്നും എന്ത് ചെയ്യണം, ഇനി ഇതിലുള്ള എല്ലാ ഹാബിറ്റ്സും ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പൊ ഞാന് ചെയ്തു. അങ്ങനെ ഒട്ടിച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഞാൻ 7 മണിക്ക് എണീച്ചത്. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് തെറ്റിട്ടു, ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അപ്പം എന്നിട്ട് അപ്പൊ തന്നെ തീരുമാനിച്ചു, എന്തായാലും നാളെ എന്തായാലും എന്ത് ചെയ്യണം, ചെയ്യണം എന്ന് തീരുമാനിച്ചു. ഓക്കെ. പിറ്റേ ദിവസം എന്ത് ചെയ്യും, ഞാൻ 7 മണിയുടെ അടുത്ത സമയം, 6:45 ആ സമയത്തൊക്കെയാണ് എന്ത് ചെയ്തത്, ഞാൻ പിന്നെ എണീച്ചത്. ഓക്കെ. അപ്പൊ പിന്നെയും തെറ്റിട്ടു. തെറ്റിടുമ്പോൾ എനിക്ക് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. കാരണം ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്, അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ. മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ 6 മണിക്ക് എണീറ്റു. ഓക്കെ. കുറച്ചുകൂടി ഡിറ്റർമിനേഷൻ കൂടി. അപ്പൊ ഞാൻ 6 മണിക്ക് എണീറ്റു. 6 മണിക്ക് എണീറ്റപ്പോൾ എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, കാരണം 5:30 ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം പിന്നെയും തെറ്റിട്ടു. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, എനിക്ക് ഓരോ ദിവസം കൂടുന്തോറും എന്റെ ഡിറ്റർമിനേഷൻ കൂടുകയാണ്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ട് അതെനിക്ക് നടത്താൻ പറ്റുന്നില്ല. ഓക്കെ. ഉറങ്ങാൻ കിടക്കുമ്പോ 5:30ക്ക് എണീക്കണം വെച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുക, കിടക്കുക. പക്ഷെ രാവിലെ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടി കൂടുതൽ ഡിറ്റർമിനേഷൻ നമ്മൾ ഇതാക്കിയിട്ട് ആക്കിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു, നാലാമത്തെ ദിവസം എന്ത് ചെയ്തു, ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് എന്ത് ചെയ്തു, അലാറൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, ആഹ് 5:30ക്ക് അലാറം അടിച്ചു. അപ്പൊ തന്നെ എന്ത് ചെയ്തു, ഞാൻ എന്തായാലും 3 ദിവസം അത് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളുടെ ബോഡി നമ്മൾ അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ഇത് അറിയുമ്പോൾ നമുക്കൊരു ദേഷ്യം ബോഡിനോട് ഉണ്ടാവില്ലേ. അപ്പൊ അതിനെന്തായാലും തോൽപ്പിക്കണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, നാലാമത്തെ ദിവസം എന്ത് ചെയ്തു, 5:30ക്ക് എണീറ്റു. ഓക്കെ. പിന്നെ എന്ത് ചെയ്യും, ഞാൻ പതുക്കെ പതുക്കെ 5:30 എന്നുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ എന്താണ്, അത് ഒരു നോർമൽ ആയിട്ട് മാറി. ആദ്യത്തെ 5 ദിവസമൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുള്ളൂ, അലാറം വെച്ചിട്ട് എണീക്കേണ്ടി വരുള്ളൂ. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നേരത്തെ എണീറ്റ് തുടങ്ങുന്നതാണ്. പിന്നെ കുറച്ച് കുറച്ച് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, പിന്നെ 5:30 എന്ന് എണീക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് നോർമൽ ആയിട്ട് മാറി എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി 4:30 ആക്കണം, ആ ടൈം 4:30 ആക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, 5:30ക്ക് എണീക്കണം എന്നുള്ള കാര്യം ഞാൻ വേണമെങ്കിൽ ഒരു 4-5 മാസം മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളത് അത് നമ്മള് ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മനസ്സിൽ മാത്രം കൊണ്ട് നടക്കും. ഓക്കെ. പക്ഷെ ഞാനത് ഈ ഹാബിറ്റ് പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോ, ഇവൻ 4 ദിവസം ഒന്നും എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ഞാൻ എപ്പോഴും കാണുന്നുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ തെറ്റ് ഞാൻ എപ്പോഴും ഹാബിറ്റ് പ്ലാനറിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെറ്റ് കാണുമ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ട് പറ്റിയില്ല എന്ന് പറയുമ്പം ഞാൻ മാത്രമുള്ള ഈ ഒരു പിക്ചറില് അല്ലെ, ഞാനും എന്റെ ശരീരവും എന്റെ ഉറക്കവും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ തന്നെയല്ലേ വിചാരിക്കേണ്ടത്, ഞാൻ തന്നെ ഡിറ്റർമിനഡ് ആവേണ്ടത്. അപ്പം എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോ എന്ത് ചെയ്തു, പതുക്കെ പതുക്കെ ഡിറ്റർമിനേഷൻ കൂടിയപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഒരു 5:30 എന്നുള്ള ടൈം ഹാബിറ്റ് ആക്കി മാറ്റാൻ പറ്റി. ഓക്കെ. അപ്പോ ഇവിടെ
ഈ ഹാബിറ്റ് പ്ലാനറിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, അതിന്റെ ഒരു പ്രാധാന്യം ഇതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാണുകയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. നമ്മൾ ഡെയിലി കാണുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മുടെ ഡിറ്റർമിനേഷൻ എന്ത് ചെയ്യും, നമ്മൾ കൂട്ടി കൂട്ടി കൂടി വരും. നമ്മൾ മനസ്സിൽ മാത്രമാണ് വിചാരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും നമ്മളൊരു ഹാബിറ്റ് തുടങ്ങൂല. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ ഇങ്ങനെ പോയാൽ പറ്റില്ല, എന്ത് ചെയ്യണം, ശരിയാക്കണം എന്നുള്ള രീതിയിലുള്ള ഡിറ്റർമിനേഷൻ ഒക്കെ കൂടുന്നുള്ളതാണ്. അതെന്ത് ചെയ്യും, നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഫീൽ ചെയ്യുന്ന ഏതൊരു ടാസ്കും ആയിക്കോട്ടെ, ഏതൊരു കാര്യം ആയിക്കോട്ടെ, ഓക്കെ, ഇപ്പം നിങ്ങളിപ്പം എക്സാമ്പിൾ 5 മണിക്ക് എണീക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ദിവസം 6 മണിക്ക് എണീക്കും. ഇപ്പൊ 7 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ 6 മണിക്ക് എണീക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഹാബിറ്റ് പ്ലാനർ സെറ്റ് ആക്കുക. ഓക്കെ, ചിലപ്പോൾ ആദ്യത്തെ ദിവസം ഒന്നും പറ്റിക്കോളണമെന്നില്ല. അത് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ അനുസരിച്ചിരിക്കും, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ച് ദിവസം ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ വിചാരിച്ചിട്ട് എന്നുള്ള ഒരു സംഭവം നമുക്ക് വരുമ്പം എന്ത് ചെയ്യും, നമ്മള് പതുക്കെ എന്ത് ചെയ്യും, അതിന് കൂടുതൽ ഡിറ്റർമിനേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യും, നേരത്തെ എണീച്ച് തുടങ്ങുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ ഹാബിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കുറച്ചു കാലം നിങ്ങൾ അത് പ്രാക്ടീസ് കഴിഞ്ഞാൽ പിന്നെ 6 മണിക്ക് എണീക്കുക എന്നുള്ളത് എന്തായിരിക്കും, നിങ്ങൾക്ക് സാധാ ഒരു സംഭവം പോലെ ആയിരിക്കും. ഓക്കെ, അതൊരു എഫേർട്ടുള്ള സംഭവമായിട്ടേ ഫീൽ ചെയ്യില്ല നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ 5 മണിക്ക് എണീക്കാൻ പറ്റും എന്നുള്ളൊരു റിയലൈസേഷൻ, ഒരു തിരിച്ചറിവ് നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, അതിൽ നിന്ന് വരുന്നുള്ളതാണ്. ഇതൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഞാന് വെറുതെ കുറെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചാണെന്നുള്ള ഒരു റിയലൈസേഷൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വരുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാബിറ്റ് പ്ലാനർ സെറ്റ് ചെയ്യാം. ഓക്കെ, ഹാബിറ്റ് പ്ലാനർ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, മാറുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കാണാത്തവർ കാണുക. ഞാൻ ആ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുള്ള ഹാബിറ്റ് പ്ലാനർ പോലത്തെ ഒരു ഹാബിറ്റ് പ്ലാനർ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങൾ ഇന്ന് ഉണ്ടാക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം വിഷൻ 2025 എന്നുള്ളതാണ്. അതായത് 2025 എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് നടക്കാനായിട്ട് ആഗ്രഹമുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നിങ്ങളെ കൊണ്ട് ടാസ്ക് ആയിട്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ഫോളോ ചെയ്യേണ്ടത്, അത് നടക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്ത് കുറച്ച് എഫേർട്ട് വേണം. നമ്മൾ ചില ഹാബിറ്റുകൾ തുടങ്ങേണ്ടി വരും, ചില സ്കില്ലുകൾ പഠിക്കാനായിട്ട് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും, ചില കാര്യങ്ങൾക്ക് ടൈം കണ്ടെത്തേണ്ടി വരും, സെൽഫിന് ടൈം കണ്ടെത്തേണ്ടി വരും. ഇതിനൊക്കെ നമ്മൾ ഒരു എന്ത് ചെയ്യണം, ഒരു ഹാബിറ്റാക്കി മാറ്റേണ്ടി വരും. അപ്പോഴാണ് ഇതൊക്കെ നടക്കുക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ വിഷൻ അനുസരിച്ചുള്ള ഒരു ഹാബിറ്റ് പ്ലാനർ കൂടി എന്ത് ചെയ്യും, നിങ്ങൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആക്ച്വലി ഹാബിറ്റ് പ്ലാനറുടെ റിഹേഴ്സൽ ആണ്. നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അതായത് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവയർനെസ് മാത്രമേ ആവുള്ളൂ. നിങ്ങൾ ആ ടാസ്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, അതിന്റെ എക്സ്പീരിയൻസ് കൂടി കിട്ടുക. ആ എക്സ്പീരിയൻസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, കാരണം നിങ്ങൾ എന്ത് ചെയ്യും, ഇമ്പ്രൂവ്മെന്റ് കാണും. ഓ, എനിക്ക് ഇങ്ങനെയും പറ്റൂലേ, എനിക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റൂലേ, അല്ലെങ്കിൽ ഇതൊക്കെ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ടാണോ ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഫീൽ ചെയ്യും നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് നമ്മളെ ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യുന്നവരായിട്ട് എന്ത് ചെയ്യും, നമ്മൾ മാറുന്നുള്ളതാണ്. ഓക്കെ, അപ്പം 2025 നിങ്ങളോട് ആദ്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസം 1% ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഒരു ദിവസം 1%ലും ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറാം. അതുപോലെ തന്നെ നിങ്ങൾ പെർഫെക്ഷൻ എന്നുള്ള സംഭവം വിട്ടിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന ആൾക്കാരെ എന്നുള്ള രീതിയിൽ നിങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, നമ്മൾ പെർഫെക്റ്റ് ആവണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് പെർഫെക്റ്റ് ആവാൻ കുറെ നോക്കിയിട്ടും പെർഫെക്റ്റ് ആവാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ ഫ്രസ്ട്രേഷൻസ് വരും. അതിന് വേണ്ടി എടുത്ത എല്ലാ എഫേർട്ടും നമ്മൾ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നവരായിട്ട് മാറുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതെന്ത് ചെയ്യും, നമ്മൾക്ക് കുറെ ദൂരം സഞ്ചരിക്കാനായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം 2025 എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യുന്നവരായിട്ട് ഞാൻ എന്ത് ചെയ്യും, മാറും എന്നുള്ള ഒരു പ്രോമിസ് എന്ത് ചെയ്യാം, നിങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ ബുക്കിൽ എഴുതേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങളൊരു പ്രോമിസ് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, 2025 ഞാൻ ഇമ്പ്രൂവ് ആവും, തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഞാൻ ഇമ്പ്രൂവ് ആവും എന്നുള്ള ഒരു പ്രോമിസ്. ഓക്കെ, ഞാൻ ഒരു ഇമ്പ്രൂവ് ചെയ്യുന്ന പേഴ്സൺ ആണ്, ഡെയിലി 1% വെച്ചിട്ട് എന്തെങ്കിലും ഞാൻ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആവും എന്നുള്ളൊരു പ്രോമിസ് കൊടുക്കാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതിക്കേ. 2025 മൈ എയിം ഇൻ 2025. എല്ലാവരും ആ ഒരു പേജില്
my aim in 2025, I will improve myself at least 1% a day. ഒരു പെർസെന്റേജെങ്കിലും ഞാൻ ഡെയിലി ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഒരു പെർസെന്റേജ് പറഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. ചിലപ്പം എന്തായിരിക്കും, വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അതിന്റെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് പോലും ചിലപ്പോൾ 1% ആയിരിക്കും. എല്ലാവരും നമ്മുടെ ബുക്കിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ഡൺ അടിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ പ്ലഡ്ജ് ചെയ്യുമ്പം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള ഒരു പ്ലഡ്ജ് ആയിട്ട് മാറണം. ഞാൻ പറയുന്നതുകൊണ്ട് ഞാൻ എനിക്ക് പ്രോമിസ് കൊടുക്കുക എന്നുള്ളതിന്റെ അപ്പുറം നിങ്ങൾക്ക് തന്നെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രോമിസ് അവിടെ കൊടുക്കാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. 1 2 3. ആ, രണ്ടുപേര് ഡൺ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവര് പെട്ടെന്ന് ചെയ്യും. കഴിഞ്ഞാല് ചാറ്റ് ബോക്സിൽ ഡൺ ചെയ്യാൻ അടിക്കുക, ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വീഡിയോയിലൊന്നും കാണുന്നില്ല, പക്ഷെ ചാറ്റ് ബോക്സിലൊന്നും കാണുന്നില്ല. രണ്ടുപേരുടെയും മാത്രമേ മെസ്സേജ് വന്നിട്ടുള്ളൂ. നിങ്ങൾ അത് ചെയ്യാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും കഴിഞ്ഞാല് ഡൺ അടിക്കട്ടോ. ആ, ഓക്കെ ഓക്കെ. ഓക്കെ, റൈറ്റ്. സോ എല്ലാവരും ആ ഒരു സെൽഫ് പ്രോമിസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പേഴ്സണലി തന്നെ അത് കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വിഷൻ 2025ലേക്ക് കടക്കാം. അതിന്റെ പ്രിഫേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഇയർ നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്ന ഒരു ഇയർ ആണ്. നിങ്ങൾ പെർഫെക്ഷനിസം എന്നുള്ളത് മാറ്റിയിട്ട് എന്താണ്, ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും എന്നുള്ള ഒരു പ്രോമിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഒരു ത്രൂ ഔട്ട് നമ്മുടെ ഈ സെൽഫ് അപ്ഡേഷൻ സെഷനിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഉള്ളവര് ഉണ്ട് ഇതില്. അതുപോലെ തന്നെ ലൈക്ക് വളരെ കുറെ ക്ലാസ്സുകളിൽ കോമൺ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ എന്റെ അപ്രിസിയേഷൻസ്, സ്പെഷ്യൽ അപ്രിസിയേഷൻസ് കൊടുക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഫ്രീ ആണെന്ന് കേൾക്കുന്ന സമയത്ത് നമ്മള് അതിന്റെ ഫ്രീ എന്ന് പറയുമ്പം അതിന്റെ ഒരു വാല്യൂ ആണ് കൂടുതൽ ആൾക്കാരും കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ എന്ത് ചെയ്യില്ല, അതിൽ ജോയിൻ ചെയ്യില്ല. എന്നാൽ ഒരു 100 രൂപയെങ്കിലും ഞാൻ എല്ലാവരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടാണ് ഞാൻ ഈ സെഷൻസ് നടത്തുന്നതെങ്കിൽ ഞാൻ എന്റെ 100 രൂപ കൊടുത്തിട്ടുണ്ടല്ലോ, അത് മുതലാക്കണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ടെങ്കിൽ എന്ത് ചെയ്യും, ആൾക്കാർ ജോയിൻ ചെയ്യും. ഓക്കെ, പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി ഈ ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾ കൺസിസ്റ്റന്റ് ആണ്. ഒരു 10 പേര് 12 പേരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സെഷൻസിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്ക് സ്പെഷ്യൽ അപ്രീസിയേഷൻസ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആണെന്ന് ആയിട്ട് പോലും നിങ്ങൾ കോമൺ തിങ്കിങ്ങിൽ പോവാതെ നിങ്ങൾക്ക് അത് ഉപകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് ഞാൻ സ്പെഷ്യൽ അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ, ലൈക്ക് കൂടുതൽ ആൾക്കാരും അങ്ങനെ ചെയ്യുന്നവരല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു സെൽഫ് ഇമ്പ്രൂവ്മെന്റ് വേണം എന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടും അതുപോലെ തന്നെ അതിനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്തു. ഓക്കെ, ഈ ഒരു ശനിയാഴ്ച ദിവസം
എന്ന് പറയുന്ന ഒരു പക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഔട്ടിങ്ങിന് പോകുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസി ഷെഡ്യൂളിലായിരിക്കും, വിരുന്നുകാർ വരുന്ന ദിവസങ്ങളായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ എഫോർട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഒരേ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, എല്ലാ ക്ലാസ്സിലും കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അപ്രീസിയേഷൻ. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സെൽഫിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്ന എന്ത് കാര്യങ്ങൾ നിങ്ങൾ എവിടെ കേട്ട് കഴിഞ്ഞാലും അതിനെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക, അതിലൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ സെൽഫിന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഇല്ല. ഓക്കെ, ഒരു ലിമിറ്റ് ഇല്ല. എത്ര വേണേലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിന് നമ്മൾക്ക് വേണ്ട ഒരു സംഭവമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ എന്ത് ചെയ്യുന്നറിയോ, എല്ലാതും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും. ഓക്കെ, എന്നിട്ട് അവർക്ക് മാച്ച് ആവുന്നത്, അവർക്ക് പറ്റുന്നത് ഏതാണോ അത് എന്ത് ചെയ്യും, അവർ ചൂസ് ചെയ്ത് അതിൽ പോകുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇനി സെൽഫിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അത് മാക്സിമം എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഈ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇപ്പം സൗജന്യമായിട്ടാണ് കിട്ടിയെങ്കിൽ കൂടിയും ഒരുപക്ഷെ ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നിങ്ങളുടെ വർക്കില്, നിങ്ങളുടെ പ്രൊഫഷനില്, നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിൽ, നിങ്ങളുടെ സന്തോഷത്തിൽ, സമാധാനത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വരും. അത് വാല്യൂലെസ് ആണ് അല്ലെ. നമ്മുടെ സമാധാനം, സന്തോഷം എന്ന് പറയുന്നത് നമുക്കൊരു വില ഇടാൻ പോലും പറ്റൂല. ഓക്കെ, അപ്പം അങ്ങനെ വാല്യുബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ പോലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്പിരിറ്റ് എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് നിങ്ങളുടെ ലൈഫിൽ കീപ്പ് അപ്പ് ചെയ്യുക. നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് സെഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. കാരണം അതിന് നിങ്ങളിപ്പം ഇവൻ കുറച്ച് പൈസ മുടക്കിയാൽ പോലും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്തായിരിക്കും, അതിന് ഡബിളോ ത്രിബിളോ ആയിരിക്കും. ഓക്കെ, നമ്മൾക്ക് പൈസ കയ്യിൽ നിന്ന് പോകുന്നത് ആലോചിക്കുന്ന സമയത്ത് പൈസയുടെ വാല്യൂന്റെ ത്രിബിൾ ആയിട്ടുള്ള സംഭവം നമ്മളിലേക്ക് റിട്ടേൺ ചെയ്യും എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ സെഷൻസിൽ അറ്റംപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാം, അത് ചെയ്യുക. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യലിന് എന്ത് ചെയ്യും, അത് കാണിക്കാനായിട്ട് എന്ത് ചെയ്യും, അത് സഹായിക്കുന്നതാണ്. ഓക്കെ, സോ എനിവേ, മൈ അപ്രീസിയേഷൻസ് ടു ഓൾ. ഓക്കെ, നൗ നമുക്ക് വിഷൻ 2025 കടക്കാം. ഓക്കെ, ഇപ്പം 25 മുന്നേ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, മൈൻഡും നമ്മുടെ സെൽഫും എന്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിൽ കേൾക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഒരു സെൽഫിന്റെ ഒരു പിക്ചർ കാണിച്ചു തരട്ടെ. നമ്മള് ഭൂരിഭാഗം ആൾക്കാരുടെയും സെൽഫിന്റെ പിക്ചർ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഓക്കെ, നിങ്ങള് ചെറുപ്പത്തില് നിങ്ങൾ ഇതാ. ഓക്കെ, നിങ്ങൾ കളർഫുൾ ആയിട്ട് കാണുന്ന എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്നേഹമായിട്ടോ, അല്ലെങ്കിൽ ജോയ്, സന്തോഷമായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോൺഫിഡൻസ് ആയിട്ടോ, എന്ത് ആയിട്ട് വേണമെങ്കിലും ഈ കളർഫുൾ ആയിട്ടുള്ള നിങ്ങളെ കാണാം, ചെറുപ്പത്തിലുള്ള നിങ്ങൾ. ഓക്കെ, എന്നാൽ വലുതാവും തോറും നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഒരു ജോയ്, ആ ഒരു ആക്റ്റീവ്നെസ്, ആ ഒരു ജോയ്, അല്ലെങ്കിൽ എന്താ പറയാ, കോൺഫിഡൻസ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്, ആക്ച്വലി കുറയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാരണമല്ല അത് കുറയുന്നത്. നമ്മളെ അറ്റ്മോസ്ഫിയർ, നമ്മൾ എന്ത് ചെയ്യാണ്, ആഹ് ഈ സൊസൈറ്റി ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ചുറ്റുപാടുള്ള സറൗണ്ടിങ്സ് എന്തെങ്കിലും മോൾഡ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഒപ്പം എന്തും പോകും, നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു ആക്റ്റീവ്നെസ്സോ, അല്ലെങ്കിൽ അതിൽ ഉള്ളിലത്തെ ഒരു സന്തോഷമോ, അതിന്റെ ഉള്ളിലത്തെ ഒരു സമാധാനമൊക്കെ എന്ത് ചെയ്യും, അതിനൊപ്പം കുറയുന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു റിയലൈസേഷൻസ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, നമ്മൾ ഈ ഒരു വട്ടം ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളെങ്കിൽ പോലും ഇനി എന്ത് ചെയ്യണം, പഴയ നിങ്ങൾ ആ ചെറുപ്പത്തിലുള്ള നിങ്ങളുടെ ഉള്ളിലത്തെ ആ സന്തോഷം, സമാധാനം ഒക്കെ തിരിച്ചു പിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫോർട്ട് എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് എല്ലാം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അതിന്റെ മേലെ എന്തൊക്കെയോ വന്നിട്ട് എന്താണ്, അടഞ്ഞു കിടക്കാന്ന് മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ചോയ്സസ് ആണ്. ഓക്കെ, ഞാൻ ഏത് തെരഞ്ഞെടുക്കണം, ഓക്കെ, ഞാൻ ആഹ് എങ്ങനെയുള്ള ആളായിട്ട് മാറണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, ചില സൊസൈറ്റിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇപ്പത്തെ സ്നേഹവും കുറയും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഇപ്പത്തെ സമാധാനം കുറയുന്ന കാര്യമായിരിക്കും. ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന കാര്യമായിരിക്കും അത്. പക്ഷെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം കുറക്കുന്നതായിരിക്കും. എന്നാൽ ചില കാര്യങ്ങളാണെങ്കിലോ, അത് നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പണ്ടത്തെ ആ ഒരു ചെറുപ്പകാലത്തെ ഒരു ആക്റ്റീവ്നെസ് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലുണ്ടാവും. അപ്പൊ ഇതിൽ ഏത് കാര്യങ്ങൾ ചൂസ് ചെയ്യണം എന്ന് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, ആ നിങ്ങളുടെ ചോയ്സ് ആണ് എന്ത് ചെയ്യാം, നിങ്ങളെ ആ ഒരു പഴയ ആ ഒരു ആക്റ്റീവ്നെസ്സിലേക്കും ജോയ്നെസ്സിലേക്കും എന്ത് ചെയ്യാം, എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ശരിയാണ്. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് ഒരു അറിവില്ലാത്തവരാണ്. അറിവ് പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ അറിവ് പഠിച്ച് ഈ ഒരു വലുതായി വന്നിട്ടുള്ളത്. പക്ഷെ അതിനൊപ്പം നമുക്ക് മിസ്സായി പോയ ഒരു സംഭവം ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു പിടിക്കണം. അതാണ് നമ്മൾ സെൽഫ്.
ഓക്കെ, സോ ആ സെൽഫിനെ തിരിച്ചു പിടിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്, ലൈഫിൽ സക്സസിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ട്, കോൺഫിഡൻസ്, അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് സ്റ്റെപ്സ് ആയിട്ട് എടുക്കേണ്ടത് അതിനുള്ള ഒരു എനർജി എന്ത് ചെയ്യും നമ്മുടെ ഉള്ളിൽ വരുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് സെൽഫ് കെയറിന്റെ ഒരു ഇമ്പോർട്ടൻസ്. നിങ്ങൾ സെൽഫ് കെയർ എത്രത്തോളം ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കുട്ടിയായിട്ട് മാറുക എന്നുള്ളതിനപ്പുറം ആ കുട്ടിയുടെ ആ ഒരു സന്തോഷം, ആഹ്ലാദം, അല്ലെങ്കിൽ ആ ഒരു ആക്റ്റീവ്നെസ്, ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു നമ്മുടെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, കാരണം വേറെ ഒരു കാര്യത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർക്കൊന്നും നമ്മുടെ ഉള്ളിലത്തെ ആക്റ്റീവ്നെസ് പിടിച്ചു തരാനായിട്ട് പറ്റൂല. ഓക്കെ, അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഒരു പഴയ ആ ഒരു നമ്മുടെ ആ ഒരു ചിരിച്ചു കളിച്ചിരുന്ന ആ ഒരു, അല്ലെങ്കിൽ ആം, എന്താ പറയാ, എല്ലാത്തിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്തത് നമ്മളെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഒരാളെ സക്സസിൽ എത്തിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ, ഈവൻ വലിയ ഹൈ പ്രൊഫഷണൽ ആൾക്കാരാണെങ്കിൽ കൂടിയും അവർ ചിലപ്പം ഈ കുട്ടികളികളൊക്കെ കളിക്കുന്ന ആൾക്കാരായിരിക്കും, കുറച്ച് കിഡിഷ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിഡിഷ് എന്നുള്ളത് നമ്മളതിനെ ചില സമയത്ത് ചില ആൾക്കാരൊക്കെ പറയും, ആ ഇത്ര വലുതായി എന്നിട്ട് എന്താ കുട്ടികളി മാറിയിട്ടില്ല എന്ന്. പക്ഷെ ചില സമയത്ത് നമ്മുടെ ഉള്ളില് ആ ഒരു ആഹ്, എന്താ പറയാ, ആ ഒരു എനർജി നിറക്കുന്നത് എന്തായിരിക്കും, നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പോ ഞാനൊരു കഥ കേട്ടിട്ടുള്ളതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വലിയ പ്രൊഫഷനിൽ ഇരിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ ആൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ആളുടെ ബിസിനസ്സിലൊന്നും ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആള് ഒരു ലീഡറാണ്, ആളുടെ ബോസാണ് ആ കമ്പനിയിൽ. പക്ഷെ ആള് വിചാരിച്ചത്ര ഗ്രോത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. അപ്പോ ആ സമയത്ത് ആള് എന്ത് ചെയ്യും, ഇതുപോലത്തെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാണ്. ഒരു വലിയൊരു മാസ്റ്ററിന്റെ ഒരു സെഷൻ എന്ത് ചെയ്യാണ്, അറ്റൻഡ് ചെയ്യാണ്. അപ്പൊ മാസ്റ്റർ ഇയാളോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടു. മാസ്റ്റർ ഇയാളോട് പറഞ്ഞ കാര്യം, കുട്ടിക്കാലത്ത് താങ്കൾ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള കാര്യം ഏതാണെന്ന് ചോദിക്കാം ഈ മാസ്റ്റർ ഇയാളോട്. ഓക്കെ, അപ്പം ഇയാള് പറയാണ്, ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, ഞാന് നമ്മുടെ എന്താണ് പറയാ, മൗത്ത് ഓർഗൻ, എനിക്ക് മൗത്ത് ഓർഗൻ വായിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ വലുതായ സമയത്ത് ലൈക്ക് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി, ഞാനത് കൂടുതൽ യൂസ് ചെയ്യുന്നത് കണ്ടപ്പം. അപ്പൊ പതുക്കെ പതുക്കെ എന്ത് ചെയ്യേണ്ടിയിരുന്നു, എനിക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. മാത്രമല്ല എന്റെ ജോലി തിരക്കുകളും എന്റെ പഠനവും കാര്യങ്ങളൊക്കെ മിസ് ആയപ്പോ എന്ത് ചെയ്തു, ഞാൻ പിന്നെ അത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ചെറുപ്പത്തിൽ അത് നല്ല ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ മാസ്റ്റർ അയാളോട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങള് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൗത്ത് ഓർഗൻ പോയിട്ട് എന്ത് ചെയ്യൂ, നിങ്ങൾ വാങ്ങിക്കൂ. അതെന്ത് ചെയ്യൂ, നിങ്ങൾ ഡെയിലി അത് വായിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, മൗത്ത് ഓർഗൻ വായിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ഗ്രോ ചെയ്യുന്നു അല്ല ഇതിന്റെ മീനിങ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മൗത്ത് ഓർഗൻ എന്ന് പറയുന്നത് അത്രയും എൻജോയിങ് ആയിട്ട് ചെയ്തിരുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു ആ ഒരാള് കുട്ടിയായിരിക്കുന്ന സമയത്ത്. അപ്പം അയാളുടെ കുട്ടിത്തം തിരിച്ചു കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അയാളുടെ കുട്ടിയിലായ എനർജി തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് എന്ത് ചെയ്തത്, ആ മാസ്റ്റർ ആ ഒരു അഡ്വൈസ് കൊടുത്തത്. അയാൾ എന്ത് ചെയ്യാണ്, ഈ ഒരു മൗത്ത് ഓർഗൻ വാങ്ങിക്കുകയാണ്. അയാൾ ആ ഒരു മൗത്ത് ഓർഗൻ എന്ത് ചെയ്യാണ്, ഒരു ഹാബിറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, അയാൾ ചെയ്തു തുടങ്ങുകയാണ്. അതിലൂടെ അയാൾക്ക് എന്ത് ചെയ്യണം, അയാളുടെ ആ പഴയ ഒരു എനർജി, ആ ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള, ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ആളായിട്ട് അയാൾ മാറാണ്. അത് എന്ത് ചെയ്യാണ്, അയാളെ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പം പലപ്പോഴും നമ്മള് കുട്ടിക്കളി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആക്ച്വലി നമ്മളുടെ ഉള്ളിലെ ആ ഒരു കുട്ടിയുടെ എനർജിയാണ് ഏറ്റവും നല്ല എനർജി, പ്യൂർ ആയിട്ടുള്ള എനർജി. ഓക്കെ, അപ്പോ നമ്മൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ സമയത്ത് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, വളരെ എൻജോയ് ചെയ്തിട്ട് മാത്രമായിരിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പറയുന്ന സമയത്ത് ഒരു പക്ഷെ ആ ഒരു എൻജോയ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചെറിയ കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാവും, അവരത് എൻജോയ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും തോറും എന്ത് ചെയ്യും, നമ്മുടെ എനർജിയും കൂടുന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ സെൽഫ് കെയറിന്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം കുട്ടികളുടെ ക്യൂരിയോസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ലൈക്ക് ഈ ക്യൂരിയോസിറ്റി ആണ് അവരെ ആക്ച്വലി എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് വലുതായി കഴിഞ്ഞപ്പോൾ ക്യൂരിയോസിറ്റി എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളൊന്നിനും ക്യൂരിയസ് ആയിട്ടല്ല കാണുന്നത്. അപ്പൊ ഈ ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊഫഷനിലോ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൂടുതൽ നോളജ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇതില് നല്ലൊരു ഉയർച്ച ഉണ്ടാവാൻ എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ കുട്ടികളിലുള്ള കുറെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി നമുക്ക് ഇപ്പോഴും ഏറ്റവും ആവശ്യം. ഓക്കെ, പക്ഷെ നമുക്ക് വളർന്നു വലുതായി നമ്മൾ കുട്ടികളി മാറ്റി, പക്ഷെ അതിന്റെ ഒപ്പം എന്ത് ചെയ്തു, അതിന്റെ ആ എനർജി നമുക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ നമ്മൾക്ക് വളരെ എൻജോയിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ, നിങ്ങളിൽ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു
പഴയ ഒരു നിങ്ങളുടെ ആ കുട്ടികളുടെ ഏറ്റവും എൻജോയ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാനും അതിന് കുറച്ച് സമയം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ആ ഒരു ജോയ് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉണർത്താൻ പറ്റുന്നതാണ്. ഓക്കെ. അതിനെ കളിയാക്കുന്നവരുണ്ടാവും, പക്ഷെ നെവർ മൈൻഡ്, ബിക്കോസ് അത് നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ടാണ്. കാരണം കളിയാക്കുന്നവരുടെ ഉള്ളിലുണ്ടാവുന്ന വെച്ചാൽ ഇത് കുട്ടികൾ കളിക്കുന്ന കളിയല്ലേ, ഇത് കുട്ടികൾ ചെയ്യുന്ന കാര്യമല്ലേ എന്നാണ്. പക്ഷെ ആ കുട്ടിയിലാണ് ഏറ്റവും നല്ലൊരു സെൽഫ് ഉള്ളത്. ഓക്കെ, ഏറ്റവും സന്തോഷമായിട്ടുള്ള ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സെൽഫ് ഉള്ളത്. അപ്പം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു പോകണം എന്നുള്ളതാണ്. ഓക്കെ. അതിൽ തിരിച്ചു പോയിട്ട് നമുക്ക് പ്രൊഫഷണലി എല്ലാത്തിലും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു എനർജി നമുക്ക് എന്ത് ചെയ്യും, എല്ലാത്തിലും പ്രതിഫലിപ്പിക്കാനായിട്ട് പറ്റും. സക്സസ് എന്ത് ചെയ്യും, ഒന്നുകൂടി ഈസി ആയിട്ട് പറ്റും. നമുക്കറിയാം കുട്ടികളുടെ മനസ്സിൽ ആരോടും ദേഷ്യമൊന്നുമില്ല. നമ്മളുടെ പ്രൊഫഷനിൽ നമുക്ക് ആരോടും ദേഷ്യമില്ലെങ്കിൽ നമ്മുടെ പാത്ത് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് സക്സസ് വളരെ ഈസി ആയിരിക്കും. വളരെ ഈസി മീൻസ് മറ്റേ പാത്ത് കമ്പയർ ചെയ്യുമ്പോഴേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊഫഷണലി സക്സസ് കിട്ടാൻ പറ്റും. എപ്പോഴാ പ്രൊഫഷണൽ സക്സസ് വളരെ സ്ലോ ആവുക, നമ്മൾ വിചാരിക്കുകയാണ് എന്റെ ഒപ്പം ഉള്ളവരൊക്കെ എന്താണ് എന്നിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഇത് വളരെ സ്ലോ ആയിരിക്കും പ്രൊഫഷണൽ ഗ്രോത്ത്. എന്നാ ആരും എന്നെ കോമ്പീറ്റ് ചെയ്യല്ല, ഞാൻ ചെയ്യേണ്ടത് എന്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ എന്റെ പാത്താണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, മൂവ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കുട്ടിയുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഫഷണലി സക്സസ് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പം ഈ ഒരു സെൽഫ് നമ്മളിലേക്ക് നേടിയെടുക്കാനായിട്ടാണ് ആ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. ഇപ്പം സെൽഫ് അക്സെപ്റ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആഹ് ഒരു കുട്ടിയെ നമുക്കറിയാം, ആ കുട്ടി സെൽഫ് അക്സെപ്റ്റൻസ് ഉള്ള കുട്ടിയാണ് ജനിക്കുമ്പോൾ. ആ കുട്ടി ആ ചെറുപ്രായത്തിൽ ആരെയും വെച്ച് എന്ത് ചെയ്യില്ല, കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ പിന്നീട് പാരന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അവരെ കമ്പയർ ചെയ്തിട്ട് അവസാനം എന്താ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സെൽഫ് അക്സെപ്റ്റൻസ് പോയി. മാത്രമല്ല, ഏത് കുട്ടീനായിട്ടാണോ കമ്പയർ ചെയ്യുന്നത് ആ കുട്ടീനോട് ഒരു ദേഷ്യം ഉള്ളിന്റെ ഉള്ളിൽ ആ കുട്ടിക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പം ഇതൊക്കെ എന്താണ്, നമ്മൾ വളർന്നു വന്ന സമയത്ത് നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നല്ല എനർജി വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ, സമാധാനം, സന്തോഷം, ആ ഒരു ജോയ് സ്റ്റേറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സെൽഫ് കെയറിലൂടെ നമ്മൾ ആ ഒരു പഴയ കുട്ടിയുടെ ആ ഒരു എനർജിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു പോകണം എന്നുള്ളതാണ്. അത് ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പം പാരന്റ്സിനോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികൾക്ക് കുട്ടികളോട് തന്നെ ഇഷ്ടം ഉണ്ടാവുന്ന രീതിയിൽ അവരെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, സക്സസ് ആവുന്ന ഉറപ്പാണ്. ഓക്കെ. കുട്ടികൾക്ക് കുട്ടികളോട് തന്നെ ഇഷ്ടം ഉണ്ടാവുന്ന രീതിയിൽ അവർ വളർത്താം. ഓക്കെ. അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, പാരന്റ്സിനോട് അവർക്ക് ഇഷ്ടമുണ്ടാവും, പക്ഷെ അവരോട് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഓക്കെ. അല്ലെങ്കിൽ അവരൊന്നും അല്ല, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വളരെയധികം കുറയും എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, പക്ഷെ അവരോട് അവർക്ക് തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ ഈവൻ അവരിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അത് അവരെ തന്നെ കറക്റ്റ് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ സെൽഫ് കെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ എന്താണ്, ആ ഒരു ഹൈ എനർജിയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനേക്കാളും എലിവേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യം എന്ത് ചെയ്യാ, നിങ്ങൾ മനസ്സിൽ വെക്കുക കേട്ടോ. ഓക്കെ. അപ്പം വിഷൻ 2025 എന്നുള്ള നമ്മുടെ ഈ ഒരു വിഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, 2025 ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആണ് എന്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ ടാസ്ക് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ 2021 ആയിക്കോട്ടെ, 22 ആയിക്കോട്ടെ, 24 ആയിക്കോട്ടെ, 23 ആയിക്കോട്ടെ, ഏത് വർഷം ആയിക്കോട്ടെ, അതൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഈ വർഷം ഇങ്ങനെ ഇമ്പ്രൂവ് ആക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും. ഓക്കെ. പക്ഷേ 2025 ആയിട്ടും എന്താ അത് ഇതുവരെ നടന്നിട്ടുണ്ടാവില്ല. അതിനൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിൽ നമ്മൾ ഒരു തോട്ടായിട്ട് വിട്ടിട്ട് മാത്രം കാര്യമില്ല. ആ തോട്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ മനസ്സിൽ കാണാൻ പറ്റണം. അതുപോലെ തന്നെ അത് എവിടെയെങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണണം. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള വർക്കുകൾ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് എന്ത് ചെയ്യുക, ശരിയായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുള്ളൂ. ഡിസംബർ 30 ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ജൂണിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, അന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള ഓർമ്മ വരുന്നെങ്കിൽ അത് ഒരിക്കലും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാൻ മാറ്റം വരില്ല എന്നുള്ളതാണ്. ഓക്കെ. പകരം ആ ഡിസംബറിൽ വെച്ച മനസ്സിൽ വിചാരിച്ച കാര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ സ്റ്റെപ്പുകളെങ്കിലും ജനുവരി 1-നും 2-നും 3-നും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ അത്രത്തോളം സമയം ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ എത്രത്തോളം കാര്യമാണോ, എത്രത്തോളം സമയമാണ് ഒരു കാര്യം നിലനിൽക്കുന്നത്, അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, ആ മാറ്റം നമ്മൾ സംഭവിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന പിക്ചേഴ്സും റിപ്പീറ്റഡ് ആയിട്ട് വന്ന തോട്ട്സും ആണ് എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആയിട്ട് വരിക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് വരിക. ഓക്കെ. അപ്പോ അതിന് വേണ്ടത് എന്താണ്, ആദ്യം നമുക്കൊരു ക്ലാരിറ്റി വേണം. 2025 എന്തൊക്കെ
മാറ്റങ്ങളാണ് എനിക്ക് വേണ്ടത്, എന്തൊക്കെ സ്കില്ലുകളാണ് ഞാൻ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഹാബിറ്റ് ആണ് ഞാൻ പുതിയത് തുടങ്ങേണ്ടത്, ഓക്കെ, എന്തൊക്കെ ആർട്ടാണ് ഞാൻ തുടങ്ങേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. ഓക്കെ, ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് മനസ്സിൽ എന്നും കീപ്പ് ചെയ്യാനും, അങ്ങനെ മനസ്സിൽ കീപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് അതിന്റെ റിസൾട്ട് ലൈഫിൽ കാണാനും പറ്റുക. ഓക്കെ, ഒരു ദിവസം നമ്മൾ തോട്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്നർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് തരുന്ന ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹെഡിങ് എഴുതുക, ഇംപ്രൂവ്മെന്റ്സ് ഐ മേക്ക് ഇൻ 2025. ഓക്കെ, അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് വരുത്തുക എന്നുള്ളത്, 2025 എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് വരുത്തുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഹെഡ്ലൈൻ എഴുതിയിട്ട് അതിന്റെ അടിയിൽ എഴുതാം. ഓക്കെ, ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഓൾറെഡി നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നത്തിൽ നമുക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ടാവും, ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, അല്ലെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ ചെയ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് തിരിച്ചറിവ് വന്ന കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് തന്നെ റിയലൈസ് ആയിട്ട് നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, അത് എഴുതുകയാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒരു 5 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഇപ്പൊ എഴുതാം. ഓക്കെ, ഇംപ്രൂവ്മെന്റ്. ഓക്കെ, 5 കാര്യങ്ങൾ വേണ്ട, 3 കാര്യങ്ങൾ. ഓക്കെ, ഞാൻ ആ, കുറച്ച് വേറെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, എഴുതാനുണ്ട്. അതുകൊണ്ടാണ് 5 വേണ്ട, 3 കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് മനസ്സിൽ ഫീൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹമുള്ള 3 കാര്യങ്ങൾ. ഓക്കെ, അത് ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഞാൻ ഒരു 5 മിനിറ്റ്സ് അതിന് സമയം തരാം. നിങ്ങളത് ചെയ്തിട്ട് ചാറ്റ് ബോക്സിൽ ഡൺ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ആ ബുക്കിൽ തന്നെ എഴുതാം കേട്ടോ. ആ ബുക്ക് നമുക്ക് ഇനി 2025 ത്രൂ ഔട്ട് വേണ്ട ബുക്കാണ്. കാരണം നമ്മൾ എന്നും കാണണം അത്, അല്ലേ? അപ്പം എഴുതാ, ഇംപ്രൂവ്മെന്റ്സ് ഐ മേക്ക് ഇൻ 2025, അല്ലെങ്കിൽ ഐ ഷുഡ് മേക്ക്. ഞാൻ നിർബന്ധമായിട്ടും ഇതാക്കേണ്ട 3 കാര്യങ്ങൾ. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യും, എന്റെ 2025 ഞാൻ ഹാബിറ്റ് പ്ലാനർ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യും, ത്രൂ ഔട്ട് ആ ഒരു ഇയർ മൊത്തം ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ഫുള്ളി ഡിസിപ്ലിൻഡ് ആവും എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഞാൻ എന്റെ ഹെൽത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ എന്റെ ഈ ഹെൽത്തിൽ, അല്ലെങ്കിൽ എന്റെ ഹെയറിന്റെ കാര്യത്തിൽ, എന്റെ സ്കിന്നിന്റെ കാര്യത്തിൽ, അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് അതൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എക്സാക്ട്ലി എന്താണ് എഴുതേണ്ടതെന്ന് ഐഡിയ ഇല്ലെങ്കിൽ ഒരു കണക്ഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലി എന്താണോ ഫീൽ ചെയ്തിട്ടുള്ളത് അത് എഴുതാം. കഴിഞ്ഞവര് ചാറ്റ് ബോക്സിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മള് ഇമ്പ്രൂവ്മെന്റ്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് എഴുതി. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ 3 എഴുതിയിട്ടുള്ളതെങ്കിൽ, ഇനി നമുക്ക് ചിലപ്പം പെട്ടെന്ന് അടുക്കളയിൽ ജോലി എടുക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ഇതും കൂടി മാറ്റണം, അല്ലെങ്കിൽ ഈ ചേഞ്ചും കൂടി എന്നിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ തോന്നൽ വരിക. അപ്പൊ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, ഇതിൽ എഴുതാം. അങ്ങനെ വരുന്ന തോന്നലുകൾ ഒന്നുകൂടി ജെന്യൂൻ ആയിട്ടുള്ള തോന്നലുകളായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മളറിയാലോ,
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അങ്ങനത്തെ തോന്നലുകളോട് എന്ത് ചെയ്യാം, ഈ ഒരു ഇതില് അടിയിൽ പോയിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പം അത് സെറ്റ്. ഓക്കെ, ഇനി നമ്മള് നെക്സ്റ്റ്, ഓക്കെ, നെക്സ്റ്റ് ടാസ്ക് ആണ് ഹാബിറ്റ്സ് ഐ വിൽ ഡെവലപ്പ് ഇൻ 2025. ഓക്കെ, 2025 ഞാൻ ഡെവലപ്പ് ചെയ്യും. അതായത് 2025 കഴിയുന്നേക്കാളും മുന്നേ എന്ത് ചെയ്യണം, അത് നമ്മൾ നാച്ചുറൽ ആയിട്ട് മാറുന്ന രീതിയിലാവണം ആ ഒരു കാര്യം. ഓക്കെ, അങ്ങനെ ഏത് ഹാബിറ്റ് ആണ് നിങ്ങൾക്ക് 2025 നിങ്ങളുടെ ഡെവലപ്പ് ആയിട്ട് വരുന്ന രീതിയിൽ ഏതൊക്കെ ഹാബിറ്റ്സ് ആണോ വേണ്ടത്? അപ്പൊ ആദ്യം എഴുതട്ടോ, ഹാബിറ്റ്സ് ഐ ഷുഡ് ഡെവലപ്പ് ഇൻ 2025 എന്ന ഹെഡിങ് എഴുതുക. അതിന്റെ അടിയിൽ ഏതൊക്കെ ഹാബിറ്റ് ആണ്. ഇപ്പൊ നേരത്തെ എണീക്കുന്ന ഒരു ഹാബിറ്റ് ആണ്, രണ്ടു നേരം പല്ല് തേക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ കുറെ ചില ഹാബിറ്റുകൾ നമ്മൾ ചെയ്യണം ചെയ്യണം എന്ന് എപ്പോഴും തോന്നലുണ്ടാവും, പക്ഷെ അത് നടപ്പിൽ വരുത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ ഹാബിറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഹെഡിങ്ങിന്റെ അടിയിൽ എഴുതാം. കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഹാബിറ്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നുള്ള എത്ര ഹാബിറ്റ് വേണമെങ്കിലും ആക്കാം, കാരണം നമുക്ക് 365 ദിവസം ഉണ്ട്. ഒരു കാര്യം നമുക്ക് നാച്ചുറൽ ആയിട്ട് വരാൻ 100 ദിവസമാണ് ആവശ്യമുള്ളത്. അപ്പം 365 ദിവസം ഉണ്ട്. അപ്പം എത്ര ഹാബിറ്റ് ആണോ നമുക്ക് വേണ്ടത് അത്രയും ആക്കാം. ഓക്കെ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഹാബിറ്റ് ഓർമ്മയിൽ വരികയാണെങ്കിൽ അതുകൂടിയും ഇതിന്റെ ഒപ്പം ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഹാബിറ്റ് ആയി. ഓക്കെ, ഇനി സ്കില്ല്, സ്കിൽസ് ഐ ഷുഡ് ഡെവലപ്പ് ഇൻ 2025. 2025 ഞാൻ എന്നില് എന്തായാലും ഡെവലപ്പ് ചെയ്യും എന്നുള്ള നമുക്ക് തോന്നുന്ന സ്കില്ല്. സ്കില്ല് പറയാൻ എന്തോ ആവാം കേട്ടോ. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടുള്ള ഒരു സ്കില്ലാണ് അല്ലെ. ഏതെങ്കിലും ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്, വയലിൻ വായിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് പഠിക്കുക, ഹിന്ദി ലാംഗ്വേജ് സംസാരിക്കാൻ പഠിക്കുക, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ല് കൂട്ടുക. ഓക്കെ, അങ്ങനെ എന്ത് സ്കില്ലുകൾ വേണമെങ്കിലും ആവാം. ഓക്കെ, നമുക്ക് ആഗ്രഹമുള്ള, അപ്പൊ നമുക്ക് ആർട്ടായിരിക്കും ചിലർക്ക് ക്രാഫ്റ്റ് വർക്കുകളായിരിക്കും. അത് നിങ്ങൾക്ക് ഏത് സ്കില്ലാണോ ഇഷ്ടമുള്ളത് അത് അങ്ങനത്തെ എത്ര സ്കില്ലാണ് നിങ്ങൾ 2025 നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് അതെന്ത് ചെയ്യാം, അതിൽ എഴുതാം. ഓക്കെ, നമ്മൾക്ക് ലൈഫിൽ ഇൻഡിപെൻഡന്റ് ആവണം, നമുക്ക് ലൈഫിൽ ഫ്രീ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കില്ലുകൾ. ഓക്കെ, നമുക്ക് യുണീക്ക് ആയിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. ഇപ്പൊ ചിലവർ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം ചെറിയൊരു ക്രാഫ്റ്റ് വർക്കോ ആർട്ട് വർക്കോ ആയിരിക്കും, പക്ഷെ അതിന് ഭയങ്കര ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഇതിൽ അവർ ശോഭിക്കുന്നു മാത്രമല്ല അവർ ഫിനാൻഷ്യലി എല്ലാം കൊണ്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് റിച്ച് ആയിട്ട് മാറുന്നുള്ളതാണ്. ഓക്കെ, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറുന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ സ്കില്ലുകൾ, എസ്പെഷ്യലി നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്കില്ലുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫ് ഇൻഡിപെൻഡൻസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണോ നിങ്ങൾ എന്ത് ചെയ്യാം, അതൊക്കെ അവിടെ എഴുതാം. ഓക്കെ, 2025 നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഉള്ള സ്കില്ലുകൾ. ഓക്കെ, ഈവൻ ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? ഡു ഇറ്റ്. ചില ആൾക്കാർക്ക് ചെറുപ്പത്തിൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, പക്ഷെ വലുപ്പത്തിൽ വന്നപ്പം അതൊക്കെ ഉപേക്ഷിച്ചിട്ടായിരിക്കും. പക്ഷെ ഇനിയും അത് കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, അവൻ ജോലി ഒന്നും അതുകൊണ്ട് എടുക്കണ്ട, നമുക്ക് അത് കളിക്കാൻ ഇഷ്ടമാണ്, അത് പഠിക്കാൻ ഇഷ്ടമാണ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യും, നേരത്തെ സെൽഫ് കെയറിന്റെ ഒരു ഭാഗമായിട്ട് മാറും. ഓക്കെ, അപ്പം അങ്ങനെയും വേണം എഴുതാം. നിങ്ങൾ എഴുതുന്നതിൽ ഏറ്റവും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയാവും കേട്ടോ. ഡാൻസ് എഴുതുന്നതിന്റെ ഒപ്പം
ഒന്നുകൂടി ക്ലാരിറ്റിയിൽ ഈ ഡാൻസ്, ബ്രേക്ക് ഡാൻസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ്, ഭരതനാട്യം എന്നുള്ള രീതിയിലാണെങ്കിൽ അതൊന്നുകൂടി സ്പെസിഫിക് ആയി ഒന്നുകൂടി ക്ലാരിറ്റി ആയി. അതുപോലെ ഇപ്പം ലാംഗ്വേജ് പഠിക്കണം എന്ന് പറയുമ്പോൾ ഏത് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അപ്പൊ അങ്ങനെ ക്ലാരിറ്റി കൊടുത്തിട്ട് എഴുതുകയാണെങ്കിൽ അത് കൂടുതൽ അടിപൊളിയാണ്. ഓക്കെ, നമുക്കൊന്നുകൂടിയും ഒരു ലക്ഷ്യം, ഗോളൊക്കെ കിട്ടും. സ്കില്ലുകൾ എഴുതി കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ ഡൺ എഴുതാം കേട്ടോ. ഇപ്പം തൽക്കാലം വേണമെങ്കിൽ ഒരു 3 സ്കില്ലുകളൊക്കെ എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സ്കില്ലുകൾ പിന്നെ അതിൽ എഴുതിയാൽ മതി. ഓക്കെ, പക്ഷെ ഈ എഴുതുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ 2025 നിങ്ങളുടെ എയിം ആയിട്ട് മാറ്റാം. ഓക്കെ. ഓക്കെ, സ്കില്ല് എഴുതി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, സെറ്റ്. ഇനി നെക്സ്റ്റ്, ഫിയേഴ്സ് ഐ ബ്രേക്ക് ഇൻ 2025. 2025 ഞാൻ ബ്രേക്ക് ചെയ്യും എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ഫിയേഴ്സ്. നിങ്ങൾക്ക് പേഴ്സണലി ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഫിയേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പം വേണമെങ്കിൽ സ്റ്റേജ് ഫിയർ, സ്റ്റേജിൽ പോയിട്ട് സംസാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ പാട്ട് പാടുക, അങ്ങനത്തെ ഫിയേഴ്സ് ആവാം. നിങ്ങൾക്ക് ഏത് പേഴ്സണലി ഏതൊക്കെ ഫിയേഴ്സ് ആണോ മാറ്റണം എന്ന് ആഗ്രഹമുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഫിയേഴ്സ് മാറ്റണം എന്ന ആഗ്രഹം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേടി. ആ പേടി മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഈ ആഗ്രഹം വരുന്നത് നമ്മുടെ സെൽഫിലും പേടിയുള്ളത് നമ്മുടെ മനസ്സിലുമാണ്. അതുകൊണ്ടല്ലേ രണ്ട് തോട്ട് അല്ലെങ്കിൽ ഒരു തോട്ടല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. ആഗ്രഹം എന്ന് പറയുന്നത്, പേടി മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സെൽഫിലുള്ള തോട്ടാണ്. ആ പേടിയുള്ളത് മനസ്സിലുമാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാ, ഈ സെൽഫിൽ തോന്നിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ, ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫിയർ എന്ത് ചെയ്യാ, നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് സ്റ്റെപ്സ് എടുക്കുക. അത് സ്റ്റെപ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല, ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷൻ ആണ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അവസാനം കിട്ടുക. അതുവരെ കുറച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, ഡിസ്കംഫർട്ട് ഫീൽ ചെയ്താലും അവസാനം വരുന്ന ഇത് അതായിരിക്കും. അപ്പം ഏതൊക്കെ ഫിയർ ആണോ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്? ചിലവർക്ക് ജോലി റിസൈൻ ചെയ്തിട്ട് ഒന്നുകൂടി നല്ലൊരു ജോലി നോക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, അതിന് ഫിയർ ആണ് എല്ലാവർക്കും ഉണ്ടാവുക. അതായത് ഈ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും, അടുത്ത ജോലി കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഫിയർ ആണല്ലോ അവിടെ ഉണ്ടാവുക. അപ്പം ഞാൻ എന്ത് ചെയ്യും, അടുത്ത ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളത് ഫിയർ ബ്രേക്കിംഗ് ആണ് ആക്ച്വലി. സോ ഇത് നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അത് എഴുതാം. കഴിഞ്ഞവര് ചാറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.
ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ, റൈറ്റ്. സോ നമ്മളിപ്പം ഹാബിറ്റ്സ്, നമുക്ക് ചേഞ്ചസ് വരേണ്ട കാര്യങ്ങള്, ഹാബിറ്റ്സ്, നമ്മുടെ സ്കിൽസ്, അതുപോലെ തന്നെ ഫിയേഴ്സ്, ബ്രേക്ക് ചെയ്യേണ്ട ഫിയേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മള് വിഷൻ 2025, ഓക്കെ, വിഷൻ 2025 എന്നൊരു ഹെഡിങ് എഴുതുക. ഓക്കെ, ഇത് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് ഈ കാര്യം നടന്നു കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ലൈക്ക് എനിക്ക് ട്രാവൽ ചെയ്യാൻ, ഇപ്പം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ഇപ്പം ഫ്രാൻസിലേക്ക്, അത്ര വലുതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യുന്ന, ഇപ്പം ഇതിൽ ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് വിഷൻ 2025 എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അത് വിഷൻ 2025 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. 2025 ഇത് നടന്നാൽ കൊള്ളാം, ഇത് നടന്നാൽ കൊള്ളാം എന്ന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ വിഷൻ 2024 ഞാൻ വെച്ചൊരു വിഷൻ ആയിരുന്നു കശ്മീർ ട്രാവൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പം അത് ആക്ച്വലി എനിക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യും പറ്റി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും ഓർത്തിരിക്കുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് ഒരുപാട് പ്രതിസന്ധികളൊക്കെ വന്നു. ലൈക്ക് പോണ പോണ്ടേ എന്നുള്ള രീതിയിൽ കുറെ എൻഗേജ്മെന്റ്സ്, വിച്ച് മീൻസ് ആ സമയത്ത് ഒരുപാട് തിരക്കുള്ള സമയമാണ് എന്നുള്ള രീതിയിൽ കുറെ തോന്നലുകളൊക്കെ വന്നതിൽ കൂടിയും എന്റെ വിഷനാണ് എന്നുള്ളൊരു സംഭവം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിൽ കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറി. ഓക്കെ, അപ്പം ഒരു പ്രശ്നമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റി, പോയി വരാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഈ എഴുതിയ എന്ത് സംഭവങ്ങളായിക്കോട്ടെ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ നടക്കും. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കുന്ന രീതിയിൽ ഒരു ഇമ്പോർട്ടൻസ് കുറക്കുകയാണെങ്കിലാണ് എന്ത് ചെയ്യാം, ഇത് നടക്കാതെ വരിക. ഓക്കെ, അതാണ് ഇപ്പൊ നമ്മൾ മനസ്സിൽ മാത്രം വെക്കുമ്പോഴുള്ള പ്രശ്നം. മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വരും, ആഗ്രഹമുണ്ട്, പക്ഷെ അത് നമ്മൾ എപ്പോഴും കാണാത്തതുകൊണ്ട്, എപ്പോഴും ചിന്തിക്കാത്തതുകൊണ്ട്, അതിനൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാതിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യില്ല, ആ കാര്യം നമ്മുടെ ലൈഫിൽ വരില്ല. പക്ഷെ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കാണണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ കൊടുക്കേണ്ടത്. കഴിഞ്ഞവര് ചാറ്റ് ബോക്സിൽ ഡണ്ണ് കൊടുക്കട്ടോ. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 2025 വിഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഒന്നാമത്തത് നമ്മളിൽ വരുത്തേണ്ട ചേഞ്ചസ്, രണ്ടാമത്തത് നമ്മൾ പുതിയതായിട്ട് നമ്മള് ലൈഫിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള ഒരു ഹാബിറ്റ്, മൂന്നാമത്തത് നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ല്,
ഒരു സ്കില്ലല്ല, നമുക്ക് ഇഷ്ടമുള്ള സ്കിൽ പഠിക്കാം. നാലാമത്തത് നമ്മളെ മൊത്തത്തിലുള്ള വിഷൻ, എന്തോ അച്ചീവ്മെന്റോ എന്തോ ആയിക്കോട്ടെ നമ്മുടെ ലൈഫിൽ 2025 നടക്കണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള വിഷൻ, അതിൽ കുറച്ച് കാര്യങ്ങൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ഹാബിറ്റ് പ്ലാനർ കൂടി നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു ഹാബിറ്റ് പ്ലാനർ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഹാബിറ്റ് പ്ലാനർ സെറ്റ് ചെയ്യുന്നതിൽ ലാസ്റ്റ് ക്ലാസ്സിലുള്ള ആൾക്കാർ ഉണ്ട് ഇതില്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ എന്ത് ചെയ്യാം, ഒന്നുകൂടിയും ഷെയർ ചെയ്യാം ഹാബിറ്റ് പ്ലാനറിന്റെ ആ ഒരു പിക്ചർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഹാബിറ്റ് പ്ലാനർ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ലൈക്ക് നേരത്തെ എണീക്കണം എന്ന് ഹാബിറ്റ് ആക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ലൈക്ക് ഒരു ഹാബിറ്റ് പ്ലാൻ സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ 5 മണിക്ക് എണീക്കണം എന്ന് ആഗ്രഹമാണെങ്കിൽ ഒരു 5:30ക്കോ 6 മണിക്കോ ആയിട്ടുള്ള ഒരു ഇതിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് പതുക്കെ എന്ത് ചെയ്യുക, അതിലേക്ക് മാറ്റുക. ആ രീതിയിലുള്ള ഒരു ഹാബിറ്റ് പ്ലാനർ സെറ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അപ്പൊ എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മളെ തോട്ടിൽ എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഹാബിറ്റ് പ്ലാനർ ആവുമ്പോൾ ആ ഒരു പേപ്പറോ A4 ഷീറ്റോ എന്തോ ആയിക്കോട്ടെ, അതിൽ നമ്മൾ ഇത് ഒരു ചാർട്ടൊക്കെ ആക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ സ്റ്റഡി ടേബിളിന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളുടെ വാളിലൊക്കെ ഒട്ടിച്ച് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണുകയാണ്. എപ്പോഴും കാണുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തോട്ടിൽ നിൽക്കുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ നടക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമ്മൾ അതിന് എഫേർട്ട് എടുക്കുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. നമ്മൾ കൂടുതൽ അതിന് ആക്ഷൻസ് എടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഹാബിറ്റ് പ്ലാനറിന്റെ പിക്ചർ ഒന്നുകൂടി എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതിന് നമ്മൾ ഇന്റൻഷണൽ ഹാബിറ്റ്സ് എന്നാണ് പറയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്റൻഷൻ ആയിട്ട് ചെയ്യണം. അതായത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അതിനുവേണ്ടി സ്റ്റെപ്പ് എടുത്ത് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഹാബിറ്റ് പ്ലാനർ എന്ത് ചെയ്യാം, നിങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, 2024 ജനുവരി 1 മുതൽ നമ്മൾ ഇത് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ഹാബിറ്റ് പ്ലാനർ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, ഹാബിറ്റ് പ്ലാനർ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്, ഒന്നാമത്തെ കാര്യം, സെറ്റ് ചെയ്ത സംഭവം എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു 21 ഡേയ്സിന് വേണ്ടി സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്തിട്ട് ഇവൻ നിങ്ങൾക്ക് ആദ്യം അത് ചെയ്യാൻ ഉണ്ടെങ്കിൽ കൂടിയും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതൊന്നും നടക്കില്ല പറഞ്ഞിട്ട് കയറിയിടരുത്. പകരം എന്ത് ചെയ്യുക, നിങ്ങൾ തെറ്റിടും തോറും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനെ ഓവർകം ചെയ്യണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും. ഓക്കെ, അപ്പം സ്ലോലി നിങ്ങൾ എന്ത് ചെയ്തോളും, അത് ചെയ്തോളും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് മാത്രമേ കോമ്പീറ്റ് ചെയ്യുന്ന ഇവിടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അതിനെ ഓവർകം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു ഹാബിറ്റ് പ്ലാനർ സെറ്റ് ആക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഈ ഹാബിറ്റ് പ്ലാനറിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ പറഞ്ഞ ആഗ്രഹങ്ങളോട് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഹാബിറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഹെൽത്ത് നന്നാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാള് ചിലപ്പം ജിമ്മിന് പോലായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ജിമ്മിന് പോകാൻ പറ്റുകയാണെങ്കിൽ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. ഇൻ കേസ് അത് പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്നിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് തുടങ്ങും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഞാൻ ഡെയിലി ഏതെങ്കിലും തരത്തിലുള്ള ബോഡി എക്സസൈസ് ചെയ്യുന്നുള്ള രീതിയിൽ വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അത്രത്തോളം എളുപ്പമാവും നമ്മുടെ പാത്ത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഹാബിറ്റ് പ്ലാനർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പൊ നമുക്ക് എന്തറിയാം, 2025 നമ്മൾ എന്തൊക്കെയാണ് ലൈഫിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, ഇനി അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിലൊരു തോന്നലായിട്ട് വന്നു പോയ ആഗ്രഹം മാത്രമല്ല, ഇപ്പൊ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്നും ചിന്തിക്കുന്ന ആഗ്രഹങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മാറ്റണം നമ്മൾ, ഹാബിറ്റ് പ്ലാനറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെയിലി അത് ചെയ്തു പോയിട്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയോ, നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളിൽ കാണാൻ പറ്റും. ഓക്കെ, ആ മാറ്റങ്ങൾ ഓരോന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റഡ് ആവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയാണോ, ഒരു ജനുവരി 1 മുതൽ ഒരു ഹാബിറ്റ് പ്ലാനർ സെറ്റ് ആക്കാനായിട്ട്? റെഡിയാണോ? റെഡി ആണെങ്കിൽ ഐ പ്രോമിസ് ഒന്ന് ജസ്റ്റ് ഐ പ്രോമിസ് ടു മൈ സെൽഫ് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടെ.
ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോമിസ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യാം, എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് 21 ഡേയ്സ് ഉള്ള ഹാബിറ്റ് പ്ലാനർ എന്ത് ചെയ്യും, ഞാൻ ജനുവരി 1 മുന്നേ സെറ്റ് ആക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു പ്രോമിസ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കൊടുത്തിട്ട് അത് ചെയ്തു തുടങ്ങാം. ഓക്കെ. ഒരു 21 ഡേയ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് പല ഏരിയയിലും മനസ്സിലായി തുടങ്ങും. അപ്പൊ പിന്നെ നിങ്ങൾ തന്നെ എന്ത് ചെയ്തോളും, സെറ്റ് ചെയ്തോളും. നിങ്ങൾ എത്രത്തോളം ഇത് ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ അത്രത്തോളം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരും. ഓക്കെ. നമ്മൾ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ എന്ന് പറയാറില്ലേ? എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാല്? നമ്മൾ സ്കൂളിൽ ഒരു ഡിസിപ്ലിൻ പഠിച്ചിട്ടുണ്ട്. നമ്മള് ലൈക്ക് ഇപ്പം ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയാൽ ഒരു ഡിസിപ്ലിൻ പഠിച്ചിട്ടുണ്ട്, അല്ലെ? നമ്മൾ കോളേജിൽ ഒരു ഡിസിപ്ലിൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പേഴ്സണൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഓവർകം ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് വരുത്താനുണ്ട്, നമുക്കറിയാം. ഓക്കെ. അപ്പം ഇനി ചില പ്രോബ്ലംസ് നമ്മുടെ ലൈഫിലേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം? ചില കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങണം? ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ നമ്മുടെ ഡിസിപ്ലിൻ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടാക്കാൻ, ആർക്കാ ഉണ്ടാക്കാൻ പറ്റുക? നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഓക്കെ. എനിക്കൊരിക്കലും മാജിദാനോട് പോയിട്ട് മാജിദ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. കാരണം മാജിദാക്കാണ് മാജിദയുടെ ലൈഫ് ടോട്ടലി അറിയാം. ഓക്കെ. അപ്പൊ എവിടൊക്കെയാണ് ഡിസിപ്ലിൻ വേണ്ടത്, എവിടൊക്കെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഹാബിറ്റാ തുടങ്ങേണ്ടത്, മാജിദാക്കായിരിക്കും ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവുക. അപ്പം അതിനനുസരിച്ച് നമ്മൾ തന്നെ ഇനി ആ കുഴിയിൽ ഇനിയും പോയി ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറെ നേരം ഫോൺ യൂസ് ചെയ്തതിന്റെ റിഗ്രറ്റ് ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട്, കുറെ നേരം കിടന്നുറങ്ങിയതിന്റെ റിഗ്രറ്റ് ഇനി വരാതിരിക്കാനായിട്ട്, ഓവറായിട്ട് ഫുഡ് കഴിച്ചിട്ട് പൊണ്ണത്തടി ആയതിന്റെ ഒരു മിനിറ്റ്, ലൈക്ക് ഹെൽത്ത് പ്രോബ്ലം വന്നത് ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം, എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം, എന്തൊക്കെ ഹാബിറ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ദിസ് ഈസ് ഡിസിപ്ലിൻ. ഓക്കെ. ഇതിനാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയാം. ഓക്കെ. അപ്പം അങ്ങനെ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആക്ച്വലി നിങ്ങളുടെ ഹാബിറ്റ് പ്ലാനറിൽ എന്ത് കാണാൻ പറ്റും, നിങ്ങളുടെ ഡിസിപ്ലിൻ കാണാൻ പറ്റും. നിങ്ങൾ ആ ഹാബിറ്റ് പ്ലാനറിൽ നിങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ, നിങ്ങൾ വലിയ ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ആദ്യം തീരുമാനിക്കണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറച്ചു നിൽക്കുക, ഡിറ്റർമിനഡ് ആയിട്ട് നിൽക്കുക, സ്റ്റെപ്പ് ഓൺ ആയിട്ട് നിൽക്കുക. അത് എന്നിട്ട് എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും, അത് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്തോളും. ഓക്കെ. കൂടുതൽ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നല്ല ഇമ്പ്രൂവ്മെന്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, അത് കൊണ്ടുപോയിക്കോളും എന്നുള്ളതാണ്. ഓക്കെ. ഇതിനാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയാ, ഡിസിപ്ലിൻ എന്ന് പറയാം. ചില കാര്യങ്ങളിൽ നമ്മൾ ഇപ്പം തിരിച്ചറിയില്ല ഏതൊക്കെ ഡിസിപ്ലിനാണ് എനിക്ക് വേണ്ടതെന്ന് ചില കാര്യങ്ങളിൽ. പക്ഷെ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മൈൻഡിലേക്ക് തന്നെ വന്നോളും. ഓക്കെ. എന്നാ ഈ കാര്യം കൂടി ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ മൈൻഡിലേക്ക് വന്നു. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്താണോ ഉള്ളത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. നമുക്ക് എന്താണോ അറിയുന്നത് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പം അറിയാത്ത കാര്യങ്ങളും നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ പതിയെ മനസ്സിലായി വന്നോളും. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 2025 നമ്മുടെ ഹാബിറ്റ് പ്ലാനർ സെറ്റ് ആക്കേണ്ടത്. ഓക്കെ. നമ്മുടെ ഡിസിപ്ലിൻ സെറ്റ് ആക്കേണ്ടത്. ഓക്കെ. നമ്മുടെ ഡിസിപ്ലിൻ ഇല്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ വീണ കുഴിയിലേക്ക് പിന്നെയും പിന്നെയും വീണുകൊണ്ടിരിക്കുക, വന്ന പ്രോബ്ലംസ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരുപോലെയാണെന്ന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. നമ്മള് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2025 ഒരു ഡിഫറെന്റ് ആയിട്ട് ഉള്ള ഒരു ഇയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും 2025 കഴിയുമ്പോഴേക്കും നിങ്ങൾ പറയുന്നത് ഇതാവണം, എന്ത്, ലൈക്ക് ഈ വർഷം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വർഷമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു ഫീൽ എനിക്കുണ്ട്. എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് സ്കില്ലുകൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റുള്ള വർഷത്തിനേക്കാളും വളരെ ആ, ഒരു ഒരു നല്ലൊരു ഇയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ഇയർ ആയിട്ട് മാറണം 2025. ഓക്കെ. അത് നിങ്ങൾ ആ സമയത്ത് ഇതാണ് ഈ ഒരു 2025 ഡിസംബർ ആകുമ്പോഴത്തേക്കും ഇതാണ് നിങ്ങൾ പറയേണ്ടത്. അതിന് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മുടെ സെൽഫ് അപ്ഡേഷൻ സെഷൻസ് ഇന്നത്തോടെ കഴിയാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർ കൺസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വളരെയധികം ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ലൈക്ക് 2025 എന്തായാലും ഒരു ബെസ്റ്റ് ഇയർ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇത്രയും കാലം ഉണ്ടായതിനേക്കാളും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇയർ ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റട്ടെ. അതിന് നിങ്ങളെ ഈ സെഷൻസും ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളും നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ടാസ്കുകളും ഹാബിറ്റ് പ്ലാനറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യട്ടെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ.
ഓക്കെ, നിങ്ങള് ലൈക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ സെൽഫ് ടൈം ആണ്. ഓക്കെ, ഓരോ ഡേയിലും എന്താണ് നിങ്ങൾ സെൽഫിനായിട്ട് ഒരു ടൈം കൊടുക്കണം. അതാണ് നമ്മുടെ പോയ എനർജി പിന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു എനർജി നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സെൽഫ് ടൈം നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഈവൻ ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് നിങ്ങൾ സെൽഫ് ടൈം ആണ് ആക്ച്വലി. നിങ്ങളെ സെൽഫിനെ പറ്റിയിട്ട് അറിയാനും അതിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താനും നിങ്ങൾ സമയം എങ്ങനെയൊക്കെ ചെലവഴിക്കുന്നുണ്ടോ അത് സെൽഫ് ടൈം ആണ്. നിങ്ങളുടെ ഹാബിറ്റുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് സമയം ചെലവഴിക്കുന്നത് സെൽഫ് ടൈം ആണ്. ഓക്കെ, നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെൽഫ് ടൈം ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഈ ഒരു സെൽഫ് ടൈം കീപ്പ് ചെയ്തുകൊണ്ട് സെൽഫ് കെയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ ഈ ഒരു സെഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്യും, എടുക്കും. നിങ്ങൾ അതിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് കോച്ച് ആണ്. വിച്ച് മീൻസ് ലൈക്ക് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക, അതിനുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, അത് പെയ്ഡ് കോഴ്സാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ, മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ലൈഫിൽ. ഇപ്പം ഓൾറെഡി നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതെല്ലാം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നെക്സ്റ്റ് ബാച്ചിലേക്ക് നിങ്ങൾ എനിക്ക് എൻറോൾ ചെയ്യുന്നതാണ്. ഒരുപാട് ലൈഫിലെ ചേഞ്ചസ് എന്ത് ചെയ്യും അതിലൂടെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു മിനിറ്റ് ട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറയാൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആഹ് ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്ത് ചെയ്യാം, എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, നമുക്കറിയാലോ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ചിലർ റെക്കോർഡിങ്സ് കാണുന്നവരാണ്. അപ്പം അവർക്ക് ഈ സെഷൻസ് കാണാനും എന്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ ഉപകരിക്കട്ടെ. നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗ്രൂപ്പിൽ അറിയിക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്കറിയാലോ ഈ ടാസ്കുകളൊക്കെ ചെയ്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സും ലൈക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സോ അല്ലെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കാരണം ആ സമയത്ത് ടാസ്കുകൾ ചെയ്തിട്ട് അല്ലെങ്കിൽ സെൽഫ് കെയർ ചെയ്തിട്ട് ചിലപ്പം അതിൽ ക്ഷമ അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. ഓക്കെ, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യങ്ങളൊന്നും കൺഫ്യൂഷൻ അടിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെന്റ്, നിങ്ങളുടെ ഒരു നല്ല വാക്കുകൾ, നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് അവർക്ക് സന്തോഷമായിരിക്കും. അവർക്ക് ഈ സെൽഫ് കെയർ ടാസ്കുകൾ ചെയ്തു പോകാനും ഒക്കെ എന്ത് ചെയ്യും, അതൊരു പ്രചോദനം ആവുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളിൽ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് നിങ്ങൾ അറിയിക്കുക. ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അത് അവിടെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും, നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എല്ലാവർക്കും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു 2025 ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ ഇത്ര കാലം കേട്ടിരുന്നതിനും നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ ടാസ്കുകളും ആക്ച്വലി എനിക്ക് കൂടി ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഒരു ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. ലൈക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു ഇമ്പ്രൂവ്മെന്റിലേക്ക് ഒരു 1% എങ്കിലും എന്റെ ക്ലാസ്സുകളും അതിന് ഞാൻ തന്ന ടാസ്കുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോ ടാസ്കുകൾ ചെയ്യുന്ന അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതൊക്കെ കാണുമ്പോൾ ആക്ച്വലി എനിക്കും സന്തോഷമുണ്ട്. അപ്പൊ അതിന് എല്ലാവരോടും താങ്ക് യു പറയാണ്. Okay, so thank you for joining and listening to all these classes. All the best to everyone for 2025. Bye, everyone. See you. ഓക്കെ, വൺ മോർ തിങ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ റെക്കോർഡിംഗ് സെഷൻസ് എന്ത് ചെയ്യുക, കാണുക, പിന്നെയും എന്ത് ചെയ്യുക, അത് റിന്യൂ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെയും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ബൈ എവ്രി വൺ. സി യു.